കേരള സർവകലാശാല പോരിൽ സമവായ ശ്രമവുമായി സർക്കാർ VC-യുമായും സിൻഡിക്കേറ്റുമായും ഒന്നാം ഘട്ട ചർച്ച നടന്നെന്ന് ആർ ബിന്ദു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ VC-ക്ക് മന്ത്രി നിർദ്ദേശം നൽകി. VC-ക്ക് പിടിവാശിയില്ലെന്നും സർക്കാർ മുട്ടുമടക്കുകയില്ലെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. എന്തായാലും ഏറ്റവും പെട്ടെന്ന് സിൻഡിക്കേറ്റ് വിളിക്കും. സിൻഡിക്കേറ്റ് വിളിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. കാരണം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുക സിൻഡിക്കേറ്റിലാണ്. അപ്പം അതുകൊണ്ട് സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് വിളിക്കും. അദ്ദേഹം അനുഭാവം തന്നെ കാണിച്ചിട്ടുള്ളൂ. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാലോ, നിയമത്തിൽ പറയണതാണല്ലോ. വിവരങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, അപ്പോൾ ഒരു സമവായ ശ്രമത്തിലേക്ക് എത്തുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് മന്ത്രിയുടെ നിലപാട്. പക്ഷേ സർക്കാരിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. എങ്ങനെയാണ് ഈ പ്രശ്നപരിഹാരത്തിന് ഒരു വഴി ഒരുങ്ങിയത് എന്ന്? വിദ്യാർത്ഥികളുടെ ഭാവിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ സർവകലാശാലയുടെ പ്രവർത്തനം പഴയ തോതിലാകുന്നത് എന്നായിരിക്കും? ബിനിൽ, കഴിഞ്ഞ ദിവസമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിലെ അധികാരപ്പോരുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മലിനെ ബന്ധപ്പെട്ടത്. മന്ത്രി പറഞ്ഞതനുസരിച്ചാണ് അദ്ദേഹം ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തുകയും കെട്ടിക്കിടന്നിരുന്ന ഫയലുകളടക്കം ഒപ്പിട്ട് അംഗീകാരം നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളോടടക്കം വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരുന്നത് തൻ്റെ നിലപാട് ശരിയാണ്, അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം തെറ്റാണെന്നാണ് വൈസ് ചാൻസലർ വ്യക്തമാക്കിയത്. അതായത് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം തെറ്റാണ് എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വൈസ് ചാൻസലറെ നേരിട്ട് മന്ത്രി വസതിയിലേക്ക് ആർ ബിന്ദു വിളിച്ചു വരുത്തുകയും പിന്നീട് അവിടെ വെച്ചൊരു ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെ വെച്ചും തൻ്റെ നിലപാട് മാറ്റാൻ വൈസ് ചാൻസലർ തയ്യാറായില്ല. സസ്പെൻഷൻ നടപടി തുടരും എന്നുള്ള നയം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ അതിന് പിന്നാലെയാണ് വീണ്ടും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചത് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നാണ്. സർവകലാശാല ചട്ടപ്രകാരം ഈ മാസം 27-ന് 60 ദിവസം പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ 60 ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നുള്ളത് സർവകലാശാല നിയമങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉയർത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രി ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകൂ എന്നാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത്. പക്ഷേ സർവകലാശാല ചട്ടപ്രകാരം ഈ വരുന്ന 26-നുള്ളിൽ തന്നെ വൈസ് ചാൻസലർ ഈ യോഗം വിളിച്ചു ചേർക്കുമെന്ന പ്രതീക്ഷ മന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെങ്കിൽ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണം. അതുമായി ബന്ധപ്പെട്ട് ഈ യോഗം വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനുഭാവപൂർണ്ണമായ നിലപാടാണ് ഉണ്ടായത്. ഇത് ഒരു ഇന്ന് നടന്നത് ഒരു പ്രാഥമിക ഘട്ട ചർച്ച മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും അടിയന്തരമായ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂൺ 27-ന് മുമ്പ് സർവകലാശാലയിലെ അധികാരപ്പോരുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബിനിൽ, ശരി, വ്യക്തമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.